ലെസ് മെഗാ ബൈബിൾ ക്വിസ് 2026 എപ്പിസോഡ് 52 ആൻസർ റിവീലിംഗ് വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. പോർഷൻ യോശുവ 18 മുതൽ 21 വരെയുള്ള അധ്യായങ്ങളും ലൂക്കോസ് 8 അധ്യായത്തിൽ നിന്നുമായിരുന്നു. 5 ക്വസ്റ്റ്യൻസ് ഓൾറെഡി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ആൻസേഴ്സ് ഇപ്പൊ റിവീൽ ചെയ്യാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു: ഒരു കാര്യവിചാരകന്റെ പേരെന്ത്? ഉത്തരം കൂസ എന്നുള്ളതാണ്. ലൂക്കോസ് 8:3 ഈ ഉത്തരം കാണാൻ പറ്റുന്നത്. രണ്ടാമത്തെ ചോദ്യം: ഒരു പട്ടണത്തിന്റെ പേരിനകത്ത് ബൈബിളിലെ 2 സ്ത്രീകളുടെ പേരുണ്ട്. പട്ടണം ഏത് എന്നുള്ളതായിരുന്നു ചോദ്യം. ഉത്തരം തിമ്നത്ത് സേരഹ് എന്നുള്ളതാണ്. യോശുവ 19:50 ഈ ഉത്തരം കാണാൻ പറ്റുന്നത്. ഇതിൽ സ്ത്രീകൾ എന്ന് പറയുന്നത് തിമ്ന, അതുപോലെ സേരഹ് എന്നുള്ളതാണ്. ഉൽപ്പത്തി 36:12 22 തിമ്ന എന്നുള്ളത് കാണാൻ പറ്റുന്നത്. സേരഹ് എന്നുള്ളത് ഉൽപ്പത്തി 46:17 കാണാൻ പറ്റുന്നത് കേട്ടോ. മൂന്നാമത്തെ ചോദ്യം ഇതായിരുന്നു: ഒരു ഗോത്രത്തിന് ലഭിച്ച പട്ടണങ്ങളിൽ ഒരു പട്ടണത്തിന്റെ പേരും ബൈബിളിലെ ഒരു ന്യായാധിപന്റെ പേരും ഒന്നാണ്. അതുപോലെ ഒരു ഗോത്രത്തിന് ലഭിച്ച അവകാശ ദേശങ്ങളിൽ ഒരു ദേശത്തിന്റെ പേരും ഒരു ന്യായാധിപന്റെ പേരും ഒന്നാണ്. ഏതെല്ലാം എന്നുള്ളതായിരുന്നു ചോദ്യം. അതിൽ പട്ടണം എന്ന് പറയുന്നത് അബ്ദോൻ ആണ്. യോശുവ 21:30 ഉത്തരം കാണാൻ പറ്റുന്നത്. അതിൽ ന്യായാധിപൻ എന്ന് പറഞ്ഞിരിക്കുന്നത് അബ്ദോൻ ആണ്. ന്യായാധിപന്മാർ 12:13 ഉത്തരം കാണാൻ പറ്റുന്നത്. ഇതിൽ ദേശം ഏലോൻ. യോശുവ 19:43 അതിൽ ന്യായാധിപന്മാർ ഏലോൻ. ന്യായാധിപന്മാർ 12:11 കേട്ടോ കാണാൻ പറ്റുന്നത്. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ പറയാം. പട്ടണം അബ്ദോൻ. യോശുവ 21:30 അതിൽ ന്യായാധിപതി അബ്ദോൻ. ന്യായാധിപന്മാർ 12:13. ദേശം ഏലോൻ. യോശുവ 19:43 അതിൽ ന്യായാധിപതി ഏലോൻ. ന്യായാധിപന്മാരുടെ പുസ്തകം 12 അധ്യായം അതിന്റെ 11 വാക്യത്തിലാണ് കാണാൻ പറ്റുന്നത്. നാലാമത്തെ ചോദ്യം: 3 അക്ഷരമുള്ള ഒരു ദേശം. 3 അക്ഷരങ്ങൾ ചേരുമ്പോൾ ഒരു ശരീരാവയവം. 4 അക്ഷരങ്ങൾ ചേരുമ്പോൾ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഒരു എബ്രായ മാസം. ഏതാണ് ദേശം എന്നുള്ളതായിരുന്നു ചോദ്യം. ഉത്തരം കാബൂൽ എന്നുള്ളതാണ്. യോശുവ 19:27 ഈ ഉത്തരം കാണാൻ പറ്റുന്നത്. ഇതിൽ അവയവം കാൽ, എബ്രായ മാസം ബൂൽ, 8 മാസം എന്നുള്ളതാണ് ബൂൽ മാസം കേട്ടോ. 1 രാജാക്കന്മാരുടെ പുസ്തകം 6:37 നമുക്ക് ഉത്തരം കാണാൻ പറ്റുന്നുണ്ട്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ: നഗരാധ്യക്ഷൻ എന്നർത്ഥം വരുന്ന മറ്റൊരു പദവും ഒരു ഹിന്ദി വാക്കും ചേർന്ന ഒരു ദേശം ഏത് എന്നുള്ളതായിരുന്നു. അതിൽ മേയർകോൻ എന്നുള്ളതാണ് ഉത്തരം കേട്ടോ. യോശുവ 19:46 ഈ ഉത്തരം കാണാൻ പറ്റുന്നത്. നഗരാധ്യക്ഷൻ എന്നുള്ളത് മേയർ, ഹിന്ദി വാക്കെന്ന് പറഞ്ഞിരിക്കുന്നത് കോൻ എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ഇതാണ് ഇന്നത്തെ 5 ഉത്തരങ്ങൾ. എല്ലാവർക്കും കറക്റ്റ് ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പൊ അടുത്ത പോർഷൻ പറയുന്നു: യോശുവ 22 മുതൽ 24 വരെയുള്ള അധ്യായങ്ങളും ന്യായാധിപന്മാരുടെ പുസ്തകം 1 അധ്യായം, അതുപോലെ ലൂക്കോസ് 9 അധ്യായത്തിൽ നിന്നുമായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. എല്ലാവരും വായിച്ച് തയ്യാറായിക്കോളൂ. അടുത്ത നമുക്ക് ചോദ്യങ്ങളുമായിട്ട് വീണ്ടും കാണാം. Till then, it's me Angel signing off. Bye and take care.